السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسولك سيدنا محمد وعلى آله وصحبه أجمعين. الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അപ്പം ഇവിടെ പറഞ്ഞ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയരുത്. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നത്. അള്ളാഹു പൊറുക്കുന്നതിനുമാണ് അഫ്വ് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ട്, അതായത് പൊരുത്തപ്പെടലും അഫ്വ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇപ്പം ഏതെങ്കിലും ഒരു തെറ്റി പുറത്തും എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ഒരു ഇളവ് കിട്ടും എന്നല്ല, അതിന് ശിക്ഷ ലഭിക്കും. പക്ഷേങ്കിൽ അഫു പൂർണ്ണമായിട്ടും പുറക്കുക എന്ന് പറഞ്ഞാൽ അഫുവ് എന്ന് പറയും. അപൂർണ്ണ പാപത്തിൽ നിന്ന് പൂർണ്ണ മുക്തി. അപ്പോൾ അതായത് അള്ളാഹുവിൻ്റെ കാരണത്തിൽ തൊട്ട് ഒരിക്കലും നമ്മൾ ആശ മുറിയാൻ പാടില്ല. അപ്പോൾ അള്ളാഹ് എന്താ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അള്ളാഹ് എന്താ എനിക്കൊന്നും തരാത്ത, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, ബാക്കി എല്ലാവർക്കും ഓരോരുത്തർക്കും വലിയ വീടുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് വലിയ വണ്ടി ഉണ്ടല്ലോ, അയാൾക്ക് ബെൻസ് കാറുണ്ട്, എനിക്കൊരു 2 വീലർ പോലും സൈക്കിൾ പോലും ഇല്ല, അയാൾക്ക് 2 നില വലിയ വാർപ്പിട്ട വീട്, എനക്കാവുമ്പോൾ ഒരു ഊടിട്ട വീട് പോലില്ല, ഓലപ്പുരയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹു നമുക്ക് വലിയ ഹൈറ് കണക്കാക്കിയിട്ടുണ്ടാവും. ഒരിക്കലും എല്ലാ കാലത്തും അള്ളാഹു ഒരു വ്യക്തിയെ ഇങ്ങനെ പരീക്ഷിച്ച് കഷ്ടപ്പെടുത്തുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നല്ലെങ്കിൽ ചിലപ്പം ഈ ദുനിയാവിൽ നമ്മളൊരു പരീക്ഷണ വസ്തുവായി വെച്ചിട്ടുണ്ടാവും. ഫുള്ളായിട്ട് പറഞ്ഞാൽ കുറേ ഇൻ്റർവ്യൂ വീഡിയോ അവസാനിക്കുന്നുണ്ടാണ്. അതായത് നിങ്ങൾ ഈ ദുനിയാവിൽ ഒന്നുകിൽ ഒരു കൃഷിക്കാരനാവുക, അല്ലെങ്കിൽ ആബിർ സബീൽ, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനാവുക. എന്താ ഇതിൻ്റെ രണ്ടേയും കാരണം എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ നിങ്ങൾ കൃഷിക്കാരനായ നാളെ നിങ്ങൾ ആഖിറത്തിലേക്ക് നിങ്ങൾക്ക് വിളവെടുക്കാം. ഇവിടെ ഒരു വഴി യാത്രക്കാരന് യാത്രക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാം. അതായത് ഇവിടെ നല്ല നല്ല നന്മകൾ ഒരാൾക്ക് നമ്മൾ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക. അതാണ് നമ്മൾ കാരണം ഒരാൾ സന്തോഷിച്ചാൽ അത് തന്നെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ധന്യമാണ്. നമുക്ക് അതിൽ വലിയ ഒരു പുണ്യമില്ല. അവിടെ പരസ്പരം സലാം പറയുക, പക്ഷേ സലാമു ബൈനക്കും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.